ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ നമ്മളൊരു വ്ളോഗാണ് കേട്ടോ, ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് ഈവനിങ്ങിൽ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സ്നാക്സും അതിന്റെ വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഋഷു കിച്ചണിൽ തന്നെ ഉണ്ട്. ഞാൻ എന്താണ് ഇപ്പൊ ഓന് ഉണ്ടാക്കി കൊടുക്കണെന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓനോട് ചോദിച്ചു നോക്കട്ടെ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന്. എന്താ വേണ്ടു? നൂഡിൽസ്. മോളൂര് എന്താണ്ടു? നൂഡിൽസ്. ഋഷുവിന് മോളൂര് നൂഡിൽസ് എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. പക്ഷെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ പാരന്റ്സിനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, കാരണം അൺഹെൽത്തി ആണല്ലേ, മൈദയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നോണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന നൂഡിൽസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ആണ് കേട്ടോ. മൈദ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലർപ്പ് ഫാമിന്റെ മില്ലറ്റ് നൂഡിൽസ്. ഇതിലൊട്ടും മൈദ യൂസ് ചെയ്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നൂഡിൽസ് ആണ്. ഋഷു അതിൽ ഏത് നൂഡിൽസാ വേണ്ടത്? 3 കളർ ഉണ്ട്. മോളൂനോ? അപ്പൊ 3 ഫ്ലേവറിലാണ് ഒരു നൂഡിൽസ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിലിപ്പോ കറി മസാല എന്നുള്ള ഫ്ലേവർ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കട്ടോ നൂഡിൽസ് വേവിക്കാനുള്ള. ഞാനിപ്പോ ഏകദേശം ഇവിടെ 1/2 ലിറ്ററിന്റെ മുകളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല എക്സൈറ്റഡ് ആയിരിക്കും. നൂഡിൽസിന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഇതില് സ്പൈസ് മിക്സ് ഉണ്ട് കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റുള്ള നൂഡിൽസൊക്കെ മൈദ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അൺഹെൽത്തി ആണ് അല്ലേ, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ അത്ര ധൈര്യം പോരാ. പക്ഷേ സ്ലർപ്പ് ഫാമിൻ്റെ നൂഡിൽസ് എന്ന് പറയുന്നത് മൈദ കൊണ്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്, നമ്മുടെ മക്കൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഈ നൂഡിൽസ് കണ്ടുപിടിച്ച് തന്നെ 2 വീട്ടമ്മമാരാണ് കേട്ടോ. അപ്പൊ നൂഡിൽസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇതിൽ മൈദ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫോക്സ്ടെയിൽ ആൻഡ് ലിറ്റിൽ മില്ലറ്റ് കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, സവാള, പിന്നെ തക്കാളിയാണ് കേട്ടോ. അപ്പൊ ഇതിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ടല്ല കേട്ടോ ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വെയിലത്ത് ഉണക്കി ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ ഒട്ടും ഓയിലും ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ 0 ട്രാൻസ് ഫാറ്റുകളാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ്. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ സോർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 3 മുട്ടയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കാൻ കേട്ടോ. മുട്ടന്റെ ടേസ്റ്റ് പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ, ഹെൽത്തി ആണല്ലോ. അപ്പൊ നമുക്കിതൊന്ന് ചിക്കി കൊടുക്കാം. അപ്പൊ മുട്ടയൊക്കെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസ് മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ കൂടെയുള്ള ഈ സ്പൈസ് മിക്സ് ഉണ്ടല്ലോ, ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ. ഇതിലും ഒരു പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി സ്പൈസ് മിക്സും നമ്മുടെ ചിക്കിയ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നൂഡിൽസ് റെഡി ആയോ കേട്ടോ. നൂഡിൽസ് ഉണ്ടാക്കുമ്പോ എന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എന്താന്ന് വെച്ചാല് എന്നും എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പഠിച്ചോനെ മൈദയാണല്ലോ ഈ ഉണ്ടാക്കി കൊടുക്കണെന്നൊക്കെ തോന്നും. ഇന്നിപ്പോ ഞാൻ നല്ല ഹാപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ആണ് ഇന്ന് എന്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ അല്ലേ. അതുകൊണ്ട് ഉമ്മച്ചി ഹാപ്പിയാണ്. ഋഷു അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. നൂഡിൽസ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. തണുത്ത വെള്ളം നൂഡിൽസിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി നൂഡിൽസ്. എങ്ങനെയുണ്ട് ഋഷു? ഋഷുവിന് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല സമാധാനമുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് അല്ലേ, മൈദ ഒന്നും ചേർക്കാത്ത സ്ലർപ്പ് ഫാമിന്റെ നല്ല അടിപൊളി നൂഡിൽസ് ആണ്. സമാധാനം കഴിഞ്ഞ് കുട്ടികൾക്ക് നൂഡിൽസ് കൊടുക്കാം അല്ലെ. ഞാനിപ്പോ ഇത് ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. സ്ലർപ്പ് ഫാമിന്റെ വെബ്സൈറ്റിൽ നിന്ന് Neha 20 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റ്, ഫസ്റ്റ് ക്രൈ എന്നുള്ളതിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഋഷോ? അടിപൊളിയല്ലേ? ഇതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങള്. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.